ശിക്ഷാ സംസ്കൃതി ഉദ്ധാന്യാസിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നടന്ന ജ്ഞാനസഭ സമാപിച്ചു. വിവാദങ്ങൾക്കിടെ കേരളത്തിൽ നിന്നുള്ള വിസിമാർ ഇന്നും ജ്ഞാനസഭയിൽ പങ്കെടുത്തു. വിവാദങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ നീക്കമെന്ന് ശിക്ഷാ സംസ്കൃതി ഉദ്ധാന്യാസ് അധ്യക്ഷ പങ്കജ് മിത്തൽ പറഞ്ഞു. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, ദേശീയതലത്തിൽ വരെ വളരെ ശ്രദ്ധേയമായ ഒരു വിദ്യാഭ്യാസ സമ്മേളനമാണ് കൊച്ചിയിൽ നടന്നത്. ഒട്ടേറെ വിവാദങ്ങളും ഇതിന്റെ പേരിലുണ്ടായി. കേരളത്തിലെ വിസിമാർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനെതിരെ വലിയ വിമർശനം ഉടലെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ അത് സമാപിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ. നീലിമ, ശിക്ഷാ സംസ്കൃതി ഉദ്ധാന്യാസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 4 ദിവസങ്ങളിലായി പിറവം വെളിയനാട് ആദിശങ്കര നിലയത്തിലും ഒപ്പം തന്നെ ഇടപ്പള്ളിയിലെ അമൃതയിലും നടന്ന ജ്ഞാനസഭയ്ക്കാണ് സമാപനമായിരിക്കുന്നത്. ഈ 4 ദിവസവും RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുത്തിരുന്നു. ഈ 4 ദിവസവും ജ്ഞാനസഭയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാർ അടക്കം നിരവധി പേരാണ് ഈ ജ്ഞാനസഭയുടെ ഭാഗമായി നടന്ന വിദ്യാഭ്യാസ സെമിനാറിലടക്കം പങ്കെടുത്തത്. കേരളത്തിൽ നിന്നുള്ള 4 വൈസ് ചാൻസലർമാരും ഇന്നലെ നടന്ന വിദ്യാഭ്യാസ സെമിനാറിൽ പങ്കെടുത്തു. മാത്രമല്ല ഇന്ന് കണ്ണൂർ വിസിയും കേരള വിസിയും അടക്കമുള്ള ആളുകൾ ഇന്ന് നടന്ന സെമിനാറിലും ചർച്ചയിലും ഒക്കെ പങ്കെടുത്തു. നമുക്കറിയാം, വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കൊക്കെയാണ് ഈ ജ്ഞാനസഭ തിരിച്ചടിച്ചിരിക്കുന്നത്. എന്തായാലും മന്ത്രിമാരടക്കം ഇന്ന് ജ്ഞാനസഭയിൽ പങ്കെടുത്ത വിസിമാരെ വിമർശിച്ചുകൊണ്ട്, കേരളത്തിലെ വിസിമാരെ വിമർശിച്ചുകൊണ്ട് മന്ത്രിമാരടക്കം, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ രംഗത്തെത്തിയിരുന്നു. വി ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾക്ക് പ്രത്യക്ഷമായി മറുപടി നൽകിക്കൊണ്ട് തന്നെയാണ് ജ്ഞാനസഭ അവസാനിച്ചത്. എന്തായാലും ഈ കേരളത്തിൽ നിന്നുള്ള വൈസ് ചാൻസലർമാരടക്കം വിവിധ സംസ്ഥാനങ്ങളിലെ വൈസ് ചാൻസലർമാരും ഒപ്പം തന്നെ കോളേജ് അധ്യാപകരും പ്രിൻസിപ്പൽമാരും അടക്കമുള്ള ആളുകൾ ഈ 4 ദിവസങ്ങളിലായി നടന്ന വിവിധ സെഷനുകളിൽ പങ്കെടുത്തിരുന്നു. ജ്ഞാനസഭയിൽ പങ്കെടുത്ത വൈസ് ചാൻസലർമാരെ വിമർശിച്ചത് ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ്, രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായാണ് ഈ ഉദ്ധാന്യാസിൽ പങ്കെടുത്ത ഈ വൈസ് ചാൻസലർമാരെ അടക്കം വിമർശിച്ചുകൊണ്ട് മന്ത്രിമാരടക്കം രംഗത്തെത്തിയത് എന്നാണ് ശിക്ഷാ സംസ്കൃതി ഉദ്ധാന്യാസിന്റെ അധ്യക്ഷ പങ്കജ് മിത്തൽ പറഞ്ഞത്. എന്തായാലും കണ്ണൂർ കേരള സർവകലാശാല വിസിമാർ ഇന്ന് നടന്ന സെമിനാറുകളിലും ചർച്ചകളിലും ഒക്കെ പങ്കെടുത്തിരുന്നു. 3 സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരും മുൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും ഒപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 200ഓളം വൈസ് ചാൻസലർമാരും ഒക്കെ തന്നെ ജ്ഞാനസഭയുടെ ഭാഗമായി നടന്ന സമ്മേളനത്തിലും ചർച്ചയിലും പങ്കെടുത്തു. ഈ വൈസ് ചാൻസലർമാരെ വിമർശിക്കുന്നത് രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഉള്ള വിമർശനങ്ങൾ ഉയർന്നു. ഒപ്പം തന്നെ ഇപ്പോൾ ജനം ടിവിയോട് സംസാരിച്ചപ്പോൾ കേരള സർവകലാശാല വൈസ് ചാൻസലർ പറഞ്ഞത് ഏറ്റവും വലിയ വിവാദം, കേരളത്തിലെ ഏറ്റവും വലിയ വിവാദം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു വ്യവസായം എന്ന് പറയുന്നത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നതാണ്. ഇത്തരത്തിൽ വിവാദങ്ങളിൽ നിന്ന് ഊർജമുണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ കേരളം ഏറ്റവും വലിയ ഊർജ ഉൽപാദക സംസ്ഥാനമായി മാറുമായിരുന്നു എന്ന പരിഹാസ രൂപേണ ശിവൻകുട്ടിക്ക് കേരള സർവകലാശാല വിസി മറുപടി നൽകുകയും ചെയ്തു. എന്തായാലും അത്തരത്തിൽ പരിഹാസ രൂപേണ ശിവൻകുട്ടിയുടെ പരാമർശങ്ങൾക്കൊക്കെ മറുപടി നൽകിക്കൊണ്ടാണ് ഇന്ന് മോഹൻ കുന്നുമ്മൽ സംസാരിച്ചത്. എന്തായാലും ഭാരതീയതയിൽ ഊന്നിയ ഒരു വിദ്യാഭ്യാസമാണ് രാജ്യത്തിന് ആകെ ആവശ്യം. ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഉരുത്തിരിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ഈ 4 ദിവസങ്ങളിലായി എറണാകുളത്തെ വിവിധ ഇടങ്ങളിലായി നടന്ന ജ്ഞാനസഭയ്ക്ക് സമാപനമായത്. നീലിമ. ശരി നിഷ.